ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ വിളയിക്കാൻ നൂറുമേനി എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിരുന്നു. ഇന്നതിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. മുകുളം ഒട്ടിക്കൽ. കമ്പിന് പകരം മുകുളം എടുത്താൽ നമ്മൾ ഇതുവരെ കമ്പ് ഒട്ടിക്കുന്നതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇനി മുകുളം ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നഴ്സറിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ആ പിക്ചറിൽ കൊടുത്തേക്കുന്നത് നോക്കൂ. ബെഡ് തൈകളുടെ പരസ്യം നോക്കൂ. ബെഡ് തൈകളുടെ പരസ്യമാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിൻ്റെ മുകുളമാണ് സയണായിട്ട് എടുക്കുന്നത്. നമ്മൾ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിൻ്റെ മുകുളമാണ് സയണായിട്ട് എടുക്കുന്നത്. ഈ സയണിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. മുകുളം ഒട്ടിക്കൽ. ആ ബോക്സിൽ കൊടുത്തേക്കുന്ന നോക്കൂ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അതിൻ്റെ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്ലാവിൻ തൈയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഘട്ടം 1. നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. അപ്പം നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് ഒരു മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തിയെടുക്കുക. ഇതിന് റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന്, അതായത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഈ മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തി മാറ്റുക. ഘട്ടം 3 എന്താ പറയുന്നത്? ഈ റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. പിക്ചറും കൂടി നോക്കുക. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത സയൺ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഘട്ടം 4. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിനു ശേഷം തൈ പറമ്പിലേക്ക് മാറ്റി നടുക. അപ്പം മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിനു ശേഷം ഈ തൈകൾ പറമ്പിലേക്ക് മാറ്റി നടാം. മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലായി. അപ്പം നമുക്ക് മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലായല്ലോ. മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. മുകളിലെല്ലാം നമ്മൾ പരിചയപ്പെട്ടത് മികച്ച തൈകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന പല രീതികളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്തത് വർഗസങ്കരണം. താഴെ കൊടുത്തിരിക്കുന്ന മുളകു ചെടികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ ചിത്രത്തിൽ നല്ല പച്ച നിറത്തിലുള്ള മുളകാണ്, നീളമുള്ള മുളകാണ്, എന്നാൽ എണ്ണത്തിൽ അവ കുറവാണ്. രണ്ടാമത്തെ ചിത്രത്തിലോ നല്ല ചുവന്ന നിറത്തിലുള്ള മുളകാണ്, ഉരുണ്ടിരിക്കുന്ന മുളകാണ്, അല്ലേ? ഉരുണ്ട മുളകാണ്. അവ എണ്ണത്തിൽ എന്താണ്? കൂടുതലായിട്ടുണ്ട്. ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇടത്തരമായിരിക്കാം, ചുവപ്പോ പച്ചയോ നിറമായിരിക്കാം, നീളമുള്ളതോ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ളതോ ആയിരിക്കാം, കൂടുതൽ കായ്കൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ഇടത്തരമായിരിക്കാം, ചുവപ്പോ പച്ചയോ നിറമുള്ളതായിരിക്കാം, നീളമുള്ളതോ വൃത്താകൃതിയിലുള്ളതോ ആയിരിക്കാം, കൂടുതൽ കായ്കൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കാം. ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നു. 2 ചെടികളുടെയും നല്ല ഗുണങ്ങളടങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? പരാഗണം വഴിയാണല്ലോ വിത്തുണ്ടാകുന്നത്. അപ്പോൾ വിത്തുണ്ടാകുന്നത് എങ്ങനെയാണ്? പരാഗണം വഴിയാണ് വിത്തുണ്ടാകുന്നത്. വിവിധ പരാഗണ രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം. മത്തൻ ചെടിയിൽ പരാഗണം ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം എന്തിൻ്റെയാണ്? മത്തൻ ചെടിയിലെ പരാഗണമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് സ്വപരാഗണമാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പരപരാഗണമാണ്. സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? എന്തുകൊണ്ട്? എന്തിലായിരിക്കും? പരപരാഗണത്തിലായിരിക്കും. കാരണം 2 സസ്യങ്ങളുടെയും പരാഗരേണുക്കൾ കൂടിച്ചേരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? 2 സസ്യങ്ങളുടെയും പരാഗണ രേണുക്കൾ കൂടിച്ചേരുന്നു.
രണ്ട് മുളകുചെടിയുടെയും ഗുണമേന്മയുള്ള ഒരു മുളകുചെടി ഉണ്ടാക്കാൻ ഏതുതരം പരാഗണമാണ് ഗുണമേന്മയുള്ള ഒരു മുളകുചെടി ഉണ്ടാക്കാൻ ഏതുതരം പരാഗണമാണ് നടക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതുതരം പരാഗണമായിരിക്കും? പരപരാഗണമായിരിക്കും. എങ്കിലല്ലേ രണ്ട് സസ്യങ്ങളുടെയും ഗുണമേന്മ കിട്ടത്തുള്ളൂ. രണ്ട് സസ്യങ്ങളുടെയും ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ പരപരാഗണമാണ് നല്ലത്. സ്വപരാഗണം എന്ന് വെച്ചാൽ ഒരേ ചെടിയിൽ തന്നെയുള്ള രണ്ട് പൂക്കളിൽ നടക്കുന്ന പരാഗണത്തെയാണ് എന്ത് പറയുന്നത്? സ്വപരാഗണം എന്ന് പറയുന്നത്. പരപരാഗണം എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത ചെടികളിലുള്ള പരാഗണമാണ് എന്ത് പറയുന്നത്? പരാഗരേണുക്കൾ വഴി ഉണ്ടാകുന്ന പരാഗണത്തെയാണ് പരപരാഗണം എന്ന് പറയുന്നത്. പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മുളകുചെടികൾ തമ്മിലാണ് പരാഗണം നടന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ കൃത്രിമമായി പരാഗണം നടത്താൻ കഴിയുമോ? കൃത്രിമ പരാഗണം നടത്താൻ കഴിയുമല്ലോ. കൃത്രിമ പരാഗണം. താഴെ കൊടുത്തിട്ടുള്ള കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ പരിശോധിക്കൂ. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുക. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ എന്ത് ചെയ്യുക? മുറിച്ചു മാറ്റുക. ഈ പൂവ് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുക. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുക. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുക. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുക. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുക. നമ്മൾ ഈ ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുക. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുക. അപ്പോൾ കൃത്രിമ പരാഗണത്തിൻ്റെ ഘട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുക. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൊതിഞ്ഞു കെട്ടുക. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുക. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൽ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുക. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുക. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് അടയാളം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്? പൂവ് നന്നായി വിരിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ വർഗ്ഗസംകരണം എന്താണെന്നാണ് ബോക്സിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസംകരണം. അപ്പം ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസംകരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവയെ എന്ത് പറയുന്നു? സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നു. ചില സങ്കര ഇനം വിത്തുകളാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. മുളകിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉജ്ജ്വല, ജ്വാലാമുഖി. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയുടേത് സൽകീർത്തി, കിരൺ. വർഗ്ഗസംകരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. അപ്പം നമ്മൾ വർഗ്ഗസംകരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളാണ് എങ്ങനെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്നാമതായിട്ട് കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്?
കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധയിനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. തെങ്ങ്, കൊക്കോ, കവുങ്ങ് തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടോ? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കുക. അത് കുട്ടികൾക്കുള്ള പ്രവർത്തനമാണ്. നമുക്ക് അടുത്ത നോക്കാം. വിത്തും വിളവും. കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കൂ. ഇത് സൽകീർത്തി ഇനമാണ്. നിറയെ കായ്കൾ കണ്ടു. ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷെ വിളവ് കുറഞ്ഞുപോയി. രണ്ടുപേരും നട്ടത് ഒരേ ഇനം വെണ്ട തന്നെയാണല്ലോ. എന്നിട്ടും ഒരാൾക്ക് ഉൽപ്പാദനം കുറയാൻ കാരണം എന്താകും? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അപ്പം മികച്ച വിളവ് ലഭിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നല്ല വിത്ത് വേണം. പിന്നെ എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണായിരിക്കണം. വളക്കൂറുള്ള മണ്ണായിരിക്കണം. കീടനിയന്ത്രണം വേണം. അനുകൂലമായ കാലാവസ്ഥയായിരിക്കണം. ജലസേചനം. അപ്പോൾ എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണ്, കീടനിയന്ത്രണം, അനുകൂലമായ കാലാവസ്ഥ, ജലസേചനം. വളക്കൂറുള്ള മണ്ണ്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ. നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സാധാരണ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? ഏതെല്ലാം വളങ്ങളാണ്? ചാണകം, യൂറിയ, കമ്പോസ്റ്റ്, കോഴിവളം, അടുക്കള മാലിന്യം, എല്ലുപൊടി, ഫാക്ടംഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ്, പിന്നെ NPK മിശ്രിതം. ഇവയൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്തൊക്കെയാണ്? ചാണകം, യൂറിയ, കമ്പോസ്റ്റ്, NPK മിശ്രിതം, കോഴിവളം, അടുക്കള മാലിന്യം, എല്ലുപൊടി, ഫാക്ടംഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ്. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്നിവ പരിശോധിച്ച് വളങ്ങളെ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്ന് തരംതിരിക്കുക. ജൈവവളങ്ങൾ എന്തൊക്കെയാണ്? ചാണകം, കോഴിവളം, അടുക്കള മാലിന്യം, എല്ലുപൊടി, കമ്പോസ്റ്റ് ഇവയൊക്കെ ജൈവവളങ്ങളാണ്. രാസവളങ്ങളോ? ഫാക്ടംഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവയൊക്കെ രാസവളങ്ങളാണ്. അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അപ്പം ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമമായിരുന്നു. മാഗ്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പട്ടിക അപഗ്രഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൈവവളങ്ങൾ, രാസവളങ്ങൾ. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ അളവിൽ വേണ്ടിവരും. മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പോൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ അളവിൽ വേണ്ടിവരും.
മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. രാസവളങ്ങൾ എന്ന് പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. ജൈവവളങ്ങളും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. അപ്പോൾ ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. വിളവ് മെച്ചപ്പെടുത്താനായിട്ട് ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ജീവാണുവളം എന്ന് വെച്ചാൽ എന്താണ്? സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പെറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സ്യൂഡോമോണസ്, അസോസ്പെറില്ലം എന്നിവ വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവാണുവളം സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പെറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പെറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് കീടനിയന്ത്രണം കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കുക? അപ്പോൾ താഴെ ഒരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ട്. ഒരാൾ പറയുന്നു, ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒറ്റ പ്രാണി പോലും ഇല്ല. മറ്റൊരാൾ പറയുന്നു, വിളക്കു കെണി വെച്ചും പ്രാണികളെ നശിപ്പിക്കാം. വേറൊരാളപ്പം പറയുന്നു, ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. ഇപ്പോൾ ഒരു തവളയുടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? പുള്ളി പറയുന്നു, പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. ഓരോരുത്തരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ താഴെ കൊടുത്തേക്കുന്നുണ്ടോ? കീടനിയന്ത്രണ മാർഗങ്ങൾ. ജൈവനിയന്ത്രണം. വട്ടച്ചാഴി എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. അപ്പം വട്ടച്ചാഴി എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം എന്താണ്? മിത്രകീടങ്ങളും നശിക്കുന്നു. അതായത് ചെടിക്ക് ആവശ്യമുള്ള കീടങ്ങളും നശിക്കുന്നു. യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിക്ചറിൽ കൊടുത്തേക്കുന്ന നോക്ക്. സ്വർണ്ണ നിറമുള്ള ഈച്ച. അപ്പം ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കുക. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണാം. ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം ഈ സ്വർണ്ണ നിറത്തിലുള്ള ഈച്ചയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. കീടനാശിനികൾ രണ്ട് തരമുണ്ട്. രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. കീടനാശിനികൾ രണ്ട് തരമുണ്ട്. രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസകീടനാശിനികൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസകീടനാശിനികൾ.
ജൈവ കീടനാശിനികൾ. രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. അപ്പോൾ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പം ഒരു ചെറിയൊരു കീടനാശിനി നിർമ്മിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പുകയില കഷായം. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. അപ്പം 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെടികൾക്ക് തളിക്കാം. നല്ല വിളവ് ലഭിക്കാൻ കളകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നല്ല വിളവ് ലഭിക്കാനായിട്ട് കളകളെയും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനെന്തൊക്കെ ചെയ്യാം? കളനാശിനി പ്രയോഗിക്കൽ, കൈകൊണ്ട് കളകൾ നീക്കം ചെയ്യൽ, ട്രോവൽ ഉപയോഗിച്ച് കളകൾ നീക്കം ചെയ്യൽ, ഉഴുതുമറിക്കൽ, കത്തിക്കൽ, കളനാശിനി തളിക്കൽ, വിളഭ്രമണം, ഇടവിള കൃഷി. അപ്പോൾ എന്തൊക്കെയാണ്? കളനാശിനി പ്രയോഗിക്കൽ, കൈകൊണ്ട് കളകൾ നീക്കം ചെയ്യൽ, ട്രോവൽ ഉപയോഗിച്ച് കളകൾ നീക്കം ചെയ്യൽ, ഉഴുതുമറിക്കൽ, പിന്നെ കത്തിക്കുക, പിന്നെ വിളഭ്രമണം, ഇടവിള കൃഷി. നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. ഇത് പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നാണ് ഇതിൻ്റെ നേട്ടം. അപ്പം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്കിണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ. മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം, വളക്കൂറുള്ള മണ്ണ്, മികച്ച വിത്തിനം എന്നിവ വേണം തിരഞ്ഞെടുക്കാൻ. പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? അതിലെന്തൊക്കെയാണ്? എനിക്കും നല്ലൊരു കർഷകനാകണം, ഞാൻ എവിടെ കൃഷി ചെയ്യും? ഒരു കുട്ടി ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് എവിടെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റും? വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ്, സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവവൈവിധ്യോദ്യാനം. അപ്പം വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ്, സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവവൈവിധ്യോദ്യാനം. സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത്? നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ രീതികൾ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കി നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യോദ്യാനം വിപുലീകരിക്കുക. അത് കുട്ടികൾക്കുള്ള പ്രവർത്തനമാണ്. മറ്റ് കാർഷിക സംരംഭങ്ങൾ. സസ്യങ്ങൾ നട്ടുവളർത്തുന്നത് മാത്രമാണോ കൃഷി? അല്ല. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം നോക്കുക. നമുക്ക് ഈ ചിത്രം നോക്കാം. സസ്യങ്ങൾ നട്ടുവളർത്തുന്നത് മാത്രമല്ല കൃഷി. പട്ടുനൂൽ പുഴു വളർത്തലിന് എന്ത് പറയുന്നു? സെറികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ. പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്. കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. മത്സ്യകൃഷി പിസികൾച്ചർ. അപ്പോൾ പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ, പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ, തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ, കൂൺ കൃഷി മഷ്റൂം കൾച്ചർ, കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്, കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്, മത്സ്യകൃഷി പിസികൾച്ചർ. വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതിയും കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവിധ കാർഷിക മേഖലകളുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. കൃഷിയെയും കർഷകരെയും സ്നേഹിച്ച് ആധുനിക കൃഷികളോടൊപ്പം നമുക്ക് മുന്നേറാം. ഇതോടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുന്നു. താഴെ കൊടുത്തേക്കുന്നുണ്ട്. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്തൊക്കെയാണ്? വീടുകളിൽ നിർമ്മിക്കാം, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, കൂടുതൽ അളവിൽ വേണം, നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പം ഇവിടെ ഇതിന് യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് ജൈവവളത്തിൻ്റെ പ്രയോജനങ്ങൾ? എന്തൊക്കെയാണ്? വീടുകളിൽ നിർമ്മിക്കാം, മണ്ണിൻ്റെ ഘടനയെ ബാധിക്കുന്നില്ല, കൂടുതൽ അളവിൽ വേണം,
നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. താഴെ തന്നിരിക്കുന്ന ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കുക. എപ്പികൾച്ചർ തേനീച്ച. ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തൽ. മുയൽ വളർത്തൽ. സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. പിസികൾച്ചർ മത്സ്യം വളർത്തൽ. അങ്ങനെ ഈ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.